ഈ വോട്ടർ പട്ടിക നിലവിൽ ലഭ്യമാകുന്ന നമ്മുടെ കയ്യിൽ ലഭിക്കുന്ന ബൂത്തുകളിലെ ഓരോ ബൂത്തുകളിലെ വോട്ടർ പട്ടിക അത് പ്രിന്റഡ് ഫോർമാറ്റിലായിരിക്കുമല്ലോ. അപ്പോൾ ഒരു പ്രിന്റഡ് ഫോർമാറ്റിൽ ഈ വോട്ടർ പട്ടികയുടെ ഒരു സൂക്ഷ്മ പരിശോധന എത്രമാത്രം വലിയൊരു ഹിമാലയൻ ടാസ്ക് ആയിരിക്കും? അതിന് എത്ര മനുഷ്യാധ്വാനം വേണ്ടി വരും? അത് മെഷീൻ റീഡബിൾ ആക്കി മാറ്റാൻ കഴിയുന്നുണ്ടോ? തീർച്ചയായും അത് വലിയ അധ്വാനമുള്ളതാണ്. കാരണം ഈ 4C എന്ന ഈ ക്യാപിറ്റൽ അപ്പാർട്ട്മെന്റിന്റെ അതിലുള്ള ഓരോ ആളുകളെ തന്നെ നമ്മൾ പരിശോധിക്കുമ്പോൾ അത് പരിശോധനയ്ക്കായി നമ്മുടെ മുൻപിലുള്ളത് ഈ നമ്പറാണ്, ID കാർഡ് നമ്പറാണ്. ഈ എപ്പിക് നമ്പർ അടിച്ച് കൊടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് അറിയാൻ കഴിയുക. അത് തന്നെ മറ്റ് ഒരു വ്യക്തി, അതായത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക് പ്രകാരം അവരുടെ ഒരു വിലയിരുത്തൽ പ്രകാരം ഇപ്പോൾ സുരേഷ് ഗോപിയുടെ അനിയന് സഹോദരന് കൊല്ലത്തും തൃശ്ശൂരും വോട്ടുണ്ട് എന്നതല്ല, മറിച്ച് അത് 2 വ്യക്തികളാണ്. കാരണം 2 എപ്പിക് നമ്പറിൽ 2 ID കാർഡുകളാണ്. അതുകൊണ്ട് തന്നെ അത് 2 വ്യക്തികളാണ്, 2 പൗരന്മാരായാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു കണക്ക് പ്രകാരം വിലയിരുത്തുക. കാരണം ഒരു വ്യക്തിക്ക് ഒരിക്കലും 2 നമ്പറിൽ ID കാർഡ് ഉണ്ടാവില്ല. ഇങ്ങനെ നിരവധി ക്രമക്കേടുകളുണ്ട്. അത് ഓരോ ബൂത്ത് തലത്തിലും പരിശോധിക്കുമ്പോൾ ഇരട്ട വോട്ടുണ്ടോ എന്നുള്ളതെല്ലാം തന്നെ കണ്ടെത്തുന്നതിന് വലിയൊരു ഹിമാലയൻ ടാസ്ക് തന്നെയാണ്. നമുക്കറിയാം, രാഹുൽ ഗാന്ധി ഈ കർണാടകത്തിൽ ഒരു നിയമസഭാ മണ്ഡലം എടുത്ത് പരിശോധിക്കാൻ 6 മാസത്തോളം സമയം എടുത്തു എന്നാണ് പറയുന്നത്. അതിങ്ങനെ മാനുവലായി ഓരോ ബൂത്ത് തലത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ അത് ഒരു വ്യക്തിക്ക് തന്നെ ചെയ്യുക എന്നുള്ളത് പ്രയാസമാണ്. ഒരു കൂട്ടം ആളുകളെ കൂട്ടി ഒരേ കാര്യം ചെയ്യുക എന്നുള്ളതും വലിയ സാഹസികം നിറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് ഇത് പൂർണ്ണമായി ഇതിൻ്റെ ഒരു ഡിജിറ്റൽ രൂപം, ഇതിൻ്റെ ഒരു സംവിധാനം ലഭിച്ചാൽ മാത്രമേ രാഷ്ട്രീയ പാർട്ടികൾക്കും മാധ്യമപ്രവർത്തകർക്കും എല്ലാം തന്നെ ഇത് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇത് തന്നെ വലിയ ഒരു പണിയാണ് എന്ന് പറയാം. അതിൽ ഈ ഇരട്ട വോട്ടർ കാർഡ് ഉള്ളത് കണ്ടെത്തുക എന്നുള്ളതും വലിയ ടാസ്ക്കാണ്. അത് ഈ അവർക്ക് ഒരു മണ്ഡലത്തിൽ, ഉദാഹരണത്തിന് സുരേഷ് ഗോപിയുടെ സഹോദരന് തൃശ്ശൂർ അസംബ്ലി മണ്ഡലത്തിലും തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലുമാണ്, മറ്റൊന്ന് കൊല്ലത്താണ്. അതോടൊപ്പം തന്നെ ഈ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർക്ക് മലപ്പുറം ജില്ലയിലെ തിരൂർ നിയമസഭാ മണ്ഡലത്തിലെ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലാണ്. ഇങ്ങോട്ട് വരുമ്പോൾ അത് തൃശ്ശൂർ അസംബ്ലി മണ്ഡലത്തിലും തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലുമാണ്. അങ്ങനെയുള്ള കണക്കുകൾ കണ്ടെത്തുക എന്നുള്ളത് വലിയ ഒരു ടാസ്ക് തന്നെയാണ്. ഇപ്പോൾ ഏറ്റവും സംശയകരമായ കാര്യം, ഇതിൻ്റെ ഒരു പ്രിന്റഡ് രൂപം തന്നെ ഈ കേരളത്തിലുള്ള ലോക്സഭാ മണ്ഡലങ്ങളിലെ ഓരോ മണ്ഡലങ്ങളിലെയും പൂർണ്ണ രൂപം ഈ സൈറ്റിൽ ലഭ്യമാകുന്നുമില്ല. അങ്ങനെ ലഭിച്ചാൽ തന്നെ അത് ഒരു മണ്ഡലത്തിൽ 10 ലക്ഷത്തിലധികം സംശയം കൂടി സാജിദ്, ഒരു സംശയം കൂടി. ഇപ്പോൾ സുരേഷ് ഗോപി തൃശ്ശൂരിൽ താമസിച്ച വിലാസത്തെ സംബന്ധിച്ച് പരാതി കോൺഗ്രസ് ഉന്നയിച്ചിട്ടുണ്ട്. അത് 6 മാസം അവിടെ സ്ഥിരമായി താമസിച്ചിട്ടില്ല എന്നാണ് ആ പരാതി. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിലും അതിനു മുമ്പുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സുരേഷ് ഗോപി തൃശ്ശൂരിൽ മത്സരിക്കുമ്പോൾ തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് വോട്ടുണ്ടായിരുന്നോ? അദ്ദേഹം അവിടെ സ്ഥിരതാമസക്കാരനായിരുന്നോ? തൃശ്ശൂർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തിരുവനന്തപുരത്താണ് അദ്ദേഹത്തിന് വോട്ടുണ്ടായിരുന്നത്. ഈ ലോക്സഭയുടെ സമയത്താണ് അദ്ദേഹം ഇങ്ങോട്ട് തൃശ്ശൂരേക്ക് വോട്ട് സുരേഷ് ഗോപിയും ഭാര്യയും മക്കളും എല്ലാം തന്നെ മാറ്റുന്നത്. ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിന് ശാസ്തമംഗലത്താണ്, തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശാസ്തമംഗലത്താണ് വോട്ടുള്ളത്. ഇതിൻ്റെ ഒരു വളരെ ലഘൂകരിച്ച ഒരു സംവിധാനമാണ് ഈ വോട്ടർ പട്ടികയിൽ പേര് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുക എന്നുള്ളത്. അതായത് ഒരു വാടക ചീട്ട് മാത്രം മതി. അതായത് ഒരു വീട്ടുടമസ്ഥന്റെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നടക്കും. അത് നമ്മൾ ഈ വാർത്തയായി വരാത്തൊരു എൻ്റെ തൃശ്ശൂരിലുള്ളൊരു അനുഭവം ഞാൻ പങ്കുവെക്കാം. അത് ഈ ക്യാപിറ്റൽ അപ്പാർട്ട്മെന്റ് എന്ന ഫ്ലാറ്റിന് തൊട്ട് അപ്പുറത്തായി മറ്റൊരു അപ്പാർട്ട്മെന്റ്, അത് വലിയ ഫ്ലാറ്റ് സമുച്ചയമല്ല, അതിലെ 1B എന്ന നമ്പറിൽ ഇതുപോലെ ഒരു 6 or 7 വോട്ടുണ്ട്. നമ്മൾ അവിടെ പോയി, ഒരു സ്ത്രീയാണ് വാതിൽ തുറന്നത്. അവരോട് ഇങ്ങനെ രമയെ അറിയുമോ എന്ന് ചോദിച്ചു. ഇല്ല. സുബ്രഹ്മണ്യനെ അറിയുമോ എന്ന് ചോദിച്ചു. ഇല്ല. അവരെല്ലാം ഇവിടുത്തെ വോട്ടർമാരാണ് എന്നാണ് ഞാൻ പറഞ്ഞപ്പോൾ അവർ ഒരിക്കലുമല്ല, ഈ വീട് ഞാൻ വാടകയ്ക്കെടുത്ത് 8 മാസമായി, അതിന് മുൻപ് ഒരുപാട് കാലം 2 വർഷത്തിലധികം അടഞ്ഞു കിടക്കുകയായിരുന്നു, നിങ്ങൾക്ക് തെറ്റിയതാകുമെന്ന് പറഞ്ഞു. അപ്പോൾ ID കാർഡിന്റെ ഈ ഡിജിറ്റൽ രൂപം അവർക്ക് കാണിച്ചു കൊടുത്തു, ഈ ഫോട്ടോ സ്റ്റാറ്റ് കാണിച്ചു കൊടുത്തു. അപ്പോൾ അവർ
ഇതിന്റെ വാടക തൊട്ടടുത്തുള്ളത് BJPയുടെ മണ്ഡലം പ്രസിഡന്റാണ്. തൊട്ട് അടുത്ത ഫ്ലാറ്റ് അദ്ദേഹത്തിന് കൂടുതൽ അറിയുമായിരിക്കാം എന്ന് പറഞ്ഞു. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നീട് മുകളിലത്തെ നിലയിലാണ് അതിന്റെ ഈ ഫ്ലാറ്റിന്റെ ഉടമസ്ഥൻ താമസിക്കുന്നത്. അവർ അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവർ അവരെ ഫോണിൽ വിളിച്ചപ്പോൾ ഇങ്ങനെ ആളുകൾ വന്നിട്ടുണ്ട് ഇത് ചോദിക്കുന്നു. അവിടെ ഉണ്ടായിരുന്നു, ഏത് പേര് ചോദിച്ചാലും അവർ ഇവിടെ താമസിച്ചിരുന്നു എന്നാണ് പറയുന്നത്. നിഷ്കളങ്കയായ ഈ യുവതി ചോദിക്കുന്നുണ്ട്, അല്ല ഒരുപാട് കാലമായി ഇത് അടഞ്ഞു കിടക്കുകയായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവർ തിരിച്ച് ഫോണിലൂടെ ഇങ്ങോട്ട് പറഞ്ഞതായി ഞാൻ കേട്ടത്, ആര് എന്ന് ചോദിച്ചാലും അവർ ഇവിടെ താമസിച്ചിരുന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതി, മറ്റൊന്നും പറയേണ്ടതില്ല എന്നാണ്. അതായത് ഒരു ഫ്ലാറ്റിലോ വീട്ടിലോ താമസിക്കുന്ന ആളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ എത്ര ആളുടെ പേരും ചേർക്കാവുന്ന തരത്തിൽ വളരെ ലഘൂകരിച്ച ഒരു രീതിയാണ്. നേരെ മറിച്ച് അതത് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് കൂടി ഹാജരാക്കണം എന്നൊരു വ്യവസ്ഥ കൂടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാകും എന്ന് തോന്നുന്നു. ഈ കോർപ്പറേഷനിലെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ആതിരയുടെ വീട്ടുപേരിലാണ്, പള്ളിപ്പറ്റ ഹൗസ് എന്ന പേരിലാണ് ഈ തിരൂരിലുള്ള ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, അതോടൊപ്പം തന്നെ മറ്റ് പാലക്കാട് ജില്ലയിലെ തൃത്താല നാഗലശ്ശേരിയിൽ താമസിക്കുന്ന ഉമയും ഉമയുടെ ഭർത്താവും മകനും എല്ലാം തന്നെ ഉള്ളത്. അതായത് വളരെ ലഘൂകരിച്ചൊരു സംവിധാനമാണ് ഈ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പേര് ചേർക്കുക എന്നുള്ളത്. അതിന് പ്രത്യേകിച്ച് തദ്ദേശ സ്ഥാപനത്തിന്റെ ഒരു സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട, ഒരു വാടക കരാർ മാത്രം കാണിച്ചാൽ മതി എന്നുള്ളതാണ്. അത് തൃശ്ശൂര്, തിരുവനന്തപുരം, എറണാകുളം പോലെയുള്ള വലിയ നഗരങ്ങളിലെ ഫ്ളാറ്റിലും അത് ഈ BLOമാർക്ക് പലപ്പോഴും